ആദ്യ റൗണ്ടിൽ നമ്മുടെ ജിൻഡോയുടെ ടീമാണ് വിജയിച്ചത്. 110 പോയിന്റ് അവർ നേടി. ബാക്കി 2 ടീമുകൾക്ക് 100 പോയിന്റ് മാത്രമേ നേടാൻ പറ്റുള്ളൂ. ആ ഒരു ജിൻഡോയുടെ വിജയം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഫാബു വന്നപ്പോൾ മുതൽ ഫാബുവിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ജിൻഡോയെ കണ്ടു. ഒരു സാധാരണ മനുഷ്യനായിട്ട് നിന്ന് ഫാബുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഫാബുവിനെ സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ജിൻഡോയുടേതായ രീതിയിൽ നമ്മൾ ഇന്നേ വരെ കണ്ട ജിൻഡോ അല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാതിരുന്നു, ചൊറിയൻ സ്വഭാവം മാറ്റിവെച്ചു, തന്നെ പറയുന്നവരെയെല്ലാം അവഗണിച്ചു. അങ്ങനെ തൻ്റെ ടീമിന് വേണ്ടി കളിക്കുന്ന ജിൻഡോയെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ശ്രീതുവും അർജുനും ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാതെ അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു. പ്രത്യേകിച്ച് ജിൻഡോ ഫാബുവിൻ്റെ കൂടെ നിന്ന് ഫാബുവിന് വേണ്ട ആ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, ആഹാരസാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ചില അവസരത്തിൽ ബിഗ് ബോസ് പോലും പണി കൊടുക്കേണ്ട അവസ്ഥ തന്നെ ജിൻഡോയ്ക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഫാബുവിനോടൊപ്പം നിന്ന് ഫാബുവിനെ പ്രീതിപ്പെടുത്തി സ്നേഹിച്ച് ഫാബുവിനൊരു അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്ന് ലൈവ് നമ്മൾ കാണുമ്പോൾ ഫാബു മിക്കവാറും ജിൻഡോയായിട്ട് സംസാരിക്കുവാനും ജിൻഡോയുടെ കാര്യങ്ങൾ തിരക്കുവാനും ഫാബുവിൻ്റെ കാര്യങ്ങൾ ജിൻഡോ അങ്ങോട്ട് തിരക്കുവാനും ഒക്കെ സമയം കണ്ടെത്തി അവളാണ് വിജയിച്ചത്. അതുപോലെ തന്നെ തൻ്റെ ഡ്യൂട്ടി വേണ്ട വിധം നിർവഹിക്കാനും ജിൻഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രീധുവിനും അർജുനും അത് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ടീമിന് വേണ്ടി കളിച്ചു. പലരും ഇത് സ്ക്രീൻ സ്പേസിന് വേണ്ടി അടിയുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ നടത്തുന്നു, റൂം ഒഴിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പോലും ജിൻഡോ നൈസായിട്ട് ഫാബുവിൻ്റെ മനസ്സ് കയറിപ്പറ്റി. അങ്ങനെ ജിൻഡോയുടെ ടീം വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ആദ്യ റൗണ്ട് 110 പോയിന്റുമായിട്ട് ജിൻഡോയുടെ ടീമാണ്, മല്ലയ്യയുടെ ടീം വിജയിച്ചു. ഇനി ബാക്കിയുള്ള റൗണ്ടുകൾ നമുക്ക് വഴിയെ അറിയാൻ പറ്റും.